അസ്സലാമലൈക്കും വറഹമത്തുള്ള. പഠിച്ചോനെ കാക്കണേ. മോളെ ചായ വെച്ചാടി, അതിന്റെ കൂടെ അരിയും കൂടെ അടുപ്പത്തിട്ടാളെ, അവക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ചായ ആയമ്മ, നിങ്ങൾക്ക് എടുക്കട്ടാ? ഞാൻ എടുത്തോളാം മോളെ. അവളുടെ സ്കൂൾ യൂണിഫോം കൂടി ഒന്ന് തേച്ചിട്ടാളാ, അവളിപ്പം കുളിയും കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ അതിന്റെ പേരിലൊരു തിരക്കായിരിക്കും. പൈക്കൾക്ക് പൊല്ലിട്ടോട്ടാ മോളെ സൈനു, ഉമ്മർത്താരോ വന്നിരിക്കുന്നത്, ആരാ ചെന്ന് നോക്കിക്കള. ഉമ്മ ഇത് ആരെന്ന് നോക്കിയേ. ബാപ്പ വന്നിരിക്കുന്നു. ബാപ്പ എന്താ അന്യനെ പോലെ കരി വരിന്ന്. ഉമ്മ ഇങ്ങോട്ട് വരിന്ന്. അല്ല ആരാ ഇത്? എന്റെ പഠിച്ചോനെ, ഇങ്ങ അങ്ങാടിമാ വരുന്നേ? ഗൾഫിൽ നിന്നല്ലേ? കോലം കണ്ടോണ്ട് ചോദിച്ചാ. വണ്ടി ഒന്നും കാണുന്നില്ലല്ല. സൗദിയിൽ നിന്നിപ്പോ ആൾക്കാരെ നടന്നാ വരുന്നേ? കജിലിട്ടുള്ളൂ. പെട്ടിയൊക്കെ കുടുംബത്തെ കൊണ്ടുപോയി കൊടുത്തു വരികയായിരിക്കും. അല്ല ഇപ്പൊ അത് അഭിമാനം. ആകാശോടി പോലെ കണ്ടില്ലല്ലോ. ബാപ്പ ഇരിക്കുന്നു, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ഞാൻ കരുതി ഇനി നമ്മളൊക്കെ വിട്ടിട്ട് വേറെ പൊറുതിയായി കാണുക. കൊല്ലം എത്ര കഴിഞ്ഞോന്നറിയോ നിങ്ങൾ വന്ന് പോയിട്ട്? ചെറിയ കുട്ടി സീനാക്ക് 6 വയസ്സായി. അതിനൊന്ന് കാണാൻ പോലും നിങ്ങൾ വന്നില്ല. ഇപ്പൊ ഇങ്ങടെ മുമ്പിൽ കൂടെ സ്വന്തം മോള് പോയിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്ത് തോന്നി ഇപ്പൊ ഇങ്ങോട്ടും പോരാന്? ഉമ്മ നിങ്ങളൊന്ന് നിർത്തിയെന്ന്. എത്ര വർഷങ്ങൾക്ക് ശേഷാ ബാപ്പ വരുന്ന്. വന്ന് കേറി ഉടനെ തന്നെ തുടങ്ങി ഉമ്മാന്റെ പരമ്പുരാണം. ബാപ്പ ചായ കുടിക്കും. ഉമ്മ പറയട്ടെ മോളെ, എല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ജീവിച്ചിരിപ്പണ്ട, മരിച്ചാ നിങ്ങൾ തിരക്കിയ. ഞങ്ങൾ അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ അന്വേഷിച്ച. ബാപ്പ എന്ന് വരും എന്ന് ചോദിച്ച് നിങ്ങളെ കാണാൻ കൊതിയാ. എന്റെ കുട്ടിയെ ചോദിക്കുമ്പോ എന്ത് മറുപടി പറയണമെന്നറിയാതെ എന്റെ കൈവ് പെടുകയായിരുന്നു. ഒരു കത്തോ ഒരു ഫോണോ കൊണ്ട് പോലും ബന്ധപ്പെടാത്ത ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ എന്താണ് ഞാൻ ഈ മക്കളോട് പറയുക? ഐഷു, ഈ എന്നോട് പൊറുക്കണം. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് കൊച്ചിയിൽ വന്നിറങ്ങിയത്. ഇങ്ങോട്ടേക്കുള്ള ബസ്സില്ലായിരുന്നു. രാത്രി ബസ് സ്റ്റാൻഡിലിരുന്ന് നേരം വെളുപ്പിച്ചു. രാവിലത്തെ വണ്ടിക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടു. എനിക്കന്നോട് ഒരുപാട് പറയാനുണ്ട്. ഇപ്പം വല്ലാത്ത ക്ഷീണാണ്. ഒന്ന് മേല് കാണിച്ചാ കൊള്ളാന്നുണ്ടായിരുന്നു. വാപ്പ നിങ്ങൾക്ക് കുളിക്കാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾ വന്ന് കുളിക്കുന്നു. പാട്ടും പേറ്റും മനുഷ്യൻ ഒരു സൗര്യം തരില്ല. തണുത്ത വെള്ളം ഉണ്ടെങ്കിലും എടുക്ക്. എന്താ ചൂട് പുറത്ത്. ഇങ്ങനെ പോയ കാര്യം എന്തായെന്ന് പറയും. വല്ല നടക്കോ? എന്താ ഈ മനുഷ്യ ഒന്നും മുണ്ടാത്തേ? എന്ത് മിണ്ടാനാ? കാര്യം നമ്മൾ വിചാരിക്കണ പോലെ നടക്കും എനിക്ക് തോന്നുന്നില്ല ആയിഷ. അതെന്താ? നിങ്ങൾ കാര്യം പറയേ. നമ്മൾ ആവശ്യപ്പെട്ട പണം പോലും തരില്ല. മൊത്തം 3 ലക്ഷം ഉറുപ്പ്യ തരും. അതും 10% പലിശക്ക്. ആദ്യത്തെ കുടിശ്ശിക ഓലും ഇങ്ങോട്ട് എടുക്കും. പിന്നെ ബാക്കിയുള്ളത് തരും. അതുകൊണ്ട് കാര്യം നടക്കുവോ? അവർക്ക് 1 ലക്ഷം ഉറുപ്പ്യ കല്യാണ ചെലവിനും 30 പവനും കൊടുക്കണ്ടേ? പിന്നെ കല്യാണ ചെലവ് വേറെ. സ്വർണത്തിന് ഇപ്പൊ എന്താ വില? 1 പവന് 20,000 ഉറുപ്പ്യയിൽ കൂടും. പിന്നെ അവരുടെ പണിക്കൂലിയും പണിക്കുറവ് എന്നിങ്ങനെ വേറെ. വല്ലാത്ത കാലാണ്. പെൺകുട്ടികളുള്ളൊരു തെണ്ടിപ്പോവും.
തെണ്ടേണ്ടി വരില്ല. ഞാൻ അതാണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ശരി, അതാ ഞാൻ പറഞ്ഞ അവസാനം പിച്ചെടുക്കേണ്ടി വരുമെന്ന്. അല്ല, എന്ത് കണ്ടോണ്ടാ കൊടുക്കാന്ന് പറഞ്ഞേ? എനിക്ക് പെൺകുട്ടികളെയും പിടിച്ചോണ്ട് റോഡിൽ ഇറങ്ങാനും വയ്യ. ഞാൻ ഇത് കൊടുക്കാൻ സമ്മതിക്കൂല. അതിന് എന്റെ സമ്മതമാണോ? ഇത് ഞാൻ ഗൾഫിൽ കിടന്ന് 22 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇങ്ങൾ 22 വർഷം ഗൾഫ് കിടന്ന് എന്തുണ്ടാക്കിന്നാ? ഉണ്ടാക്കിയ മുഴുവൻ ഇങ്ങനെ പെങ്ങന്മാരും പെരക്കാരും കൊണ്ടുപോയില്ലേ? പിന്നെ ഉണ്ടാക്കിയ ഈ 15 സെന്റ് സ്ഥലവും കല്ലുകെട്ട് വീടും 2 പെമ്മക്കളും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കല്യാണം നടക്കുവോ? ഓർക്ക് പറഞ്ഞ തുക മുഴുവൻ കൊടുക്കാണ്ട് ഓര് ഈ കല്യാണത്തിന് സമ്മതിക്കുവോ ആയിഷുവോ? ഇങ്ങോട്ട് പെങ്ങന്മാരോട് ചെന്ന് ചോദിക്ക്. ഓൾക്ക് ഇങ്ങളെ ഭാര്യക്കോര് കൊടുത്തല്ലേ? ഓൾക്ക് നിങ്ങളെ സഹായിക്കാനൊക്കെ കഴിവുണ്ട്. ഞാൻ ഓരോരുത്തർ എന്ന് എങ്ങനെ ചോദിക്കും? ഓര് വിചാരിക്കൂലേ ഞാൻ കൊടുത്തത് തിരികെ ചോദിക്കാൻ വന്നാണെന്ന്? എന്നെക്കൊണ്ട് അതിന് വയ്യ. മാണ്ട, ചോദിക്കണ്ട. അതുപോലെ നോക്കോളി. ഭാര്യയും പെമ്മക്കളും കൊണ്ട് തെരുവിറങ്ങി ഇങ്ങൊക്കെ ഒരു കുഴപ്പമില്ല. ഈ ഗൾഫുകാർ മുഴുവൻ എങ്ങനെയാ? നാട്ടിൽ വരുമ്പോ പൊങ്ങച്ചങ്ങായിക്ക് എല്ലാവർക്കും എല്ലാം ഭാര്യക്കോരി കൊടുക്കും. പിന്നെ അവരുടെ മുമ്പ് താഴം വലിയ മടിയാ. നീ കിടന്ന് തുള്ളല്ല ഐഷു. ഓല് വരാൻ സമയായി. ഓല് വരുമ്പോ കൊടുക്കാൻ എന്തേലും എടുത്തു വെക്കാൻ പറ. അല്ല, സീനയോടെ ഓരോട് മാറ്റിക്കാൻ പറ. എന്തെടുത്ത് ഒരുങ്ങിയിരിക്കാനാ? അത് നിങ്ങൾ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ഗൾഫിൽ നല്ലൊരു നാട്ടുകാർ സഹായിച്ചുകൊണ്ട് ഒരു ടിക്കറ്റ് എടുത്തതെന്നോടും ഇങ്ങളിങ്ങ് പോരയിലെത്തി. എല്ലാം ഞാൻ സമ്മതിക്കണ്. എന്റെ കൈ ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ട്. വീണ്ടും വിചാരില്ലാണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടി. അതാ അപ്പ അനുഭവിക്കുന്നത്. ഇങ്ങളെ കുടുംബത്തിന് കൊണ്ടുവന്നതിന്റെ ഒരു അംശം ഇങ്ങൾ എനിക്കും ഈ മക്കൾക്കും തന്നാ. 4 വർഷത്തിലൊരിക്കലാ വരവ്. കൊണ്ടുവരുന്ന പെട്ടി മുഴുവൻ പെങ്ങന്മാർക്കും ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. പെട്ടി തുറക്കുന്ന ഓരല്ലായിരുന്നോ? ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാലായി. പിന്നെ 6 മാസത്തിലൊരിക്കൽ 1000 ഉറുപ്പ്യ, അതും ബാപ്പാന്റെ പേരില്. പിന്നെ ബാപ്പാന്റെ വക ഒരു വലിയ ബാക്ക്. മോളെ ആയിഷു, എന്റെ മാപ്പിള 1000 ഉറുപ്പ്യ എനിക്ക് തരാൻ അയച്ചു തന്നിരിക്കണം. സൂക്ഷിച്ചും കണ്ടും ചെലവാക്കണം കേട്ടാ. അതിന് അനക്കിവിടെ എന്തായിരുന്നു ഒരു കുറവ്? എന്ത് കുറവാണെന്ന് എന്നെ കൊണ്ട് കൂടുതലെന്ന് പറയിപ്പിക്കാണ്ട് മുണ്ടാണ്ടിരുന്ന ഇങ്ങൾക്ക് നല്ലത്. അങ്ങോട്ട് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരായി? ഇങ്ങനായാലും നിങ്ങൾ കുറെ വെള്ളം കുടിക്കും. ഇങ്ങോട്ട് വരേണ്ടി ഇതിലാണ് ഇപ്പൊ തോന്നുക. വല്ല കുബൂസും കഴിച്ച് അവിടെ തന്നെ കിടന്നാ മതിയായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകുമായിരുന്നു മനുഷ്യന്. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. അല്ല, ഇതാര് മുസ്തഫേ? അന്നെ കണ്ടില്ലല്ലോ കണ്ടില്ലോ എന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇജ്ജ് ബാ, ഇവിടെ ഇരിക്ക്. സമയം വേണ്ടേ? എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടേ പോകാന്? ഞാൻ ഓലയും കാത്ത് അങ്ങാടിയിൽ ഇരിക്കുകയായിരുന്നു. ഓല് വരുമ്പോ വിളിക്കാന്നാ പറഞ്ഞത്. ഇങ്ങളിപ്പോ ഈ ബൈക്കൊന്നും കാണാറില്ലല്ലോ. ചായ എടുക്കട്ടെ? മാണ്ട, ചായ ഇപ്പൊ പീടിന്ന് കുടിച്ചിട്ടുള്ളൂ. അല്ല, ഇങ്ങൾ ശങ്കരമംഗലത്ത് പോയില്ലേ? ഓർ ഇങ്ങളെയും കാത്ത് ഇരിക്കുകയായിരിക്കും. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കുറച്ച് പണം ആശുപത്രി ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. വിചാരിച്ചത്ര നടന്നില്ല. ഇത് ഗൾഫിലെ നല്ലതായ നാട്ടുകാരും സംഘടനകളും ഒക്കെ ഇങ്ങോട്ട് വരാൻ നേരം പിരിവെടുത്ത് തന്നതാ. ഏതായാലും ഇതൊരു നല്ല കാര്യത്തിനിരിക്കട്ടെ. ഇത് ജാനകിയമ്മയോട് ഏൽപ്പിക്കുക. എന്നിട്ട് കുറെ കുറവുണ്ടെന്നും പറയാ. ആരും സഹായിക്കാനില്ലാത്തൊരു കുടുംബം. അവിടുത്തെ കാര്യം വലിയ കഷ്ടാ. ഒരു വരാൻ താമസിക്കണ്ടല്ലോ. 11 മണിക്ക് വരാന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ നേരം 12 മണിയായില്ലേ? നിങ്ങളൊന്ന് ബേജാറാകാതെ ഇരിക്കുന്നു. ഓല് പുറപ്പെടുന്നു ഇപ്പൊ വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ എത്തും. ഹലോ ഹലോ, കട്ടയക്കണ്. റേഞ്ച് ഇല്ലാന്നാ തോന്നണത്. ഓലായിരിക്കും. ഈ അങ്ങോട്ടൊന്ന് വിളിക്കും മുസ്തഫ. റേഞ്ച് ഇല്ലാതെ എങ്ങനെ വിളിക്കാനാ കാതിർക്ക? ഹലോ ഹലോ, ആ ഞാനാണ് മുസ്തഫേനെ. ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങളിങ്ങോട്ട് വരില്ലേ? ഓക്കെ ഓക്കെ. ആ, ഓലാണ് വിളിച്ചത്. ഓലിപ്പം ഇങ്ങോട്ട് എത്തും. ഐഷു ഐഷു, ഓലിങ്ങോട്ട് എത്തി. ഈ ആ ചായയൊക്കെ റെഡിയാക്കി വെക്ക്. അസ്സലാമലൈക്കും. അലൈക്കും സലാം. വെരി വെരി ഇരിക്കി. ഇതാണ് ചെറുക്കൻ. ഇത് ചെറുക്കന്റെ ബാപ്പ. ഇത് ചെറുക്കന്റെ അമ്മാവൻ. ഇത് കാതർക്ക, പെണ്ണിന്റെ ബാപ്പ. കുറെ കൊല്ലം ഗൾഫിലായിരുന്നില്ലേ? എവിടെയായിരുന്നു?
സൗദിയില്. എന്റെ മോന് 2 മരുമക്കളും സൗദിയിലുണ്ട്. അറിയുങ്ങൾക്ക് അവർക്ക് അവിടെ വലിയ ബിസിനസ്സാ. അറിയില്ല. ഇനിയിപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. ഐഷു, ഈ മോളോട് ചായ കൊണ്ടുവരാൻ പറയേ. ഇനി ഓലിക്ക് എന്തെങ്കിലും സംസാരിക്കാണെങ്കിൽ സംസാരിക്കട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് മാറിയിരിക്കാം. ഇപ്പോഴത്തെ കാലല്ലേ, കുട്ടികൾ എന്താ വെച്ചാ മുണ്ടിയും പറഞ്ഞും ചോദിക്കട്ടെ. എന്താ പേര്? എന്റെ പേര് സൈനു. എത്രല്ല പഠിക്കണേ? ഇപ്പൊ +2 കഴിഞ്ഞു. എനിക്കെന്നെ ഇഷ്ടായി. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിപ്പോ തുറന്നു പറയാം. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഒരാണിന്റെ മുമ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്. നല്ല പേടിയുണ്ടേ. നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, വലിയ തറവാടും പണവും ഒക്കെ ഉള്ളിടത്തു നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ പെണ്ണാണ് ഞാൻ എനിക്കറിയില്ല. ഞങ്ങൾ വളരെ പാവങ്ങളാ. എൻ്റെ ഉപ്പ കഴിഞ്ഞ 22 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. നിങ്ങളെപ്പോലെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. 16 വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവനും 4 പെങ്ങന്മാരെ അയക്കാൻ ചെലവാക്കി. പിന്നെ 6 വർഷം ജോലി ഇല്ലാണ്ടലിഞ്ഞു. അത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാണ്ട് പോയി. അവസാനം മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും നേടാനാകാതെ രോഗിയായപ്പോൾ വെറും കൈയോടുകൂടി ഒരു മടക്കയാത്ര. ബാപ്പ എപ്പോഴും പറയും, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചാല് അല്ലാതെ പോരിഷ ഉണ്ടാവും. അതുകൊണ്ട് പെങ്ങന്മാർക്ക് കൊടുത്തതിൽ ദുഃഖമില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾക്കൊരു ദോഷവും വരത്തില്ല. പഠിച്ചവൻ വലിയവനാണ് എന്നൊക്കെ. ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ പുറത്ത് ജോലിക്ക് പോയും പൈൻ്റെ പാല് വിറ്റുമാണ് ഞങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. എൻ്റെ ഉമ്മയുടെ സ്വപ്ന എനിക്കൊരു ജോലി എന്നുള്ളത്. ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ആയിരുന്നിട്ടും ഇന്ന് വരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാതെ പോയൊരു സ്ത്രീ. ഒരു സ്ത്രീയുടെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉള്ളിൽ ഒളിച്ചു വെച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാ എൻ്റെ ഉമ്മ. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഈ വീടും ഇതിന് ചുറ്റുമുള്ള 5 സെന്റ് സ്ഥലമാ. അത് വിറ്റ് അതിനെ കെട്ടിക്കാനോളി നോക്കണത്. അവരെ തെരുവിലാക്കിയിട്ട് എനിക്കൊരു നിക്കാന് താല്പര്യമില്ല. ഞാനിപ്പോ 12ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായിരിക്കുന്നു. എനിക്കിന് മുമ്പോട്ട് പഠിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടാ. നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ അത് ഞാൻ തന്നോളാം. പക്ഷെ എന്നെ നിങ്ങൾ പഠിക്കാൻ അയക്കണം. നിങ്ങൾക്ക് ഇബാദത്തും സൽസ്വഭാവിയായ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരമുള്ള ഒരു ഭാര്യ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. എൻ്റെ ഉമ്മ നല്ലൊരു പെൺകുട്ടിയായിട്ട് എന്നെ വളർത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി അവരുടെ ജന്മം തന്നെ അവരെ അർപ്പിക്കുകയായിരുന്നു. എൻ്റെ ഉമ്മാന്റെ ആശ്രയവും പ്രതീക്ഷയും ഒക്കെ ഞാനാണ്. ഈ കപട ലോകത്ത് പെൺമക്കളെ വഴിപഴിച്ചു പോകാതെ ഒരു നിധി പോലെ രാവും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ച് വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ച മാതാപിതാക്കൾ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുന്നത്. അവസാനം അവരാ നിധിയെ നല്ലതുപോലെ നോക്കാൻ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അതല്ലേ വിവാഹം. എന്നിട്ട് ആ നിധിയുടെ വില അറിയാതെ സ്വന്തം ശരീരത്തിന് വില പേശുകയല്ലേ പുരുഷന്മാർ ചെയ്യുന്നത്. അതിന്റെ ഓമന വാക്കല്ലേ സ്ത്രീധനം. ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തി അവളുടെ ശരീരത്തിന് ഒരു പോറലും ഏൽക്കാതെ പതിവ്രതയും പരിശുദ്ധിയായ ഒരു പെണ്ണാക്കി ഇത്രയും നാൾ നോക്കിയത് കല്യാണം കഴിക്കുന്ന പുരുഷന് വേണ്ടിയല്ലേ. അതിന് അയാളല്ലേ അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു പുരുഷനെ വിലയ്ക്ക് വാങ്ങി ഭർത്താവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പണത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയില്ല. മറിച്ച് മനുഷ്യനാണ് പണം ഉണ്ടാക്കുന്നത്. പണം ഇബിലീസാണ്. പണം കൂടുമ്പോൾ അവൻ പിശാചായും അഹങ്കാരിയായി മാറും. പണം ആവശ്യത്തിനേ പാടുള്ളൂ. പണം പൂഴ്ത്തി വെക്കരുത്. അധികമുള്ളത് പാവങ്ങൾക്ക് കൊടുക്കണം എന്നല്ലേ നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. ഞാൻ ഇപ്പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഉമ്മ ഉപ്പ അറിയരുത്. പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ വേദന അത് അവർക്ക് മാത്രമേ അറിയൂ. ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു പോയി എന്ന കാരണത്താൽ അവളുടെ നിക്കാഹിന്റെ പേരിൽ അവരെ കണ്ണീര് കുടിപ്പിച്ച് വഴിയാതാരാക്കാൻ ഉമ്മ ഉപ്പയെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാം.
എല്ലാരും ചായ കുടിക്കി. മോള് എത്രാം ക്ലാസ് വരെ പഠിച്ചേ? രണ്ടാമത്തെ കുട്ടി എന്തെടുക്കാണ്? ഇവള് 12ാം ക്ലാസ് പാസ്സായി നിൽക്കുക. പഠിക്കാൻ നല്ല മിടുക്കിയാണ്. നല്ല മാർക്കും ഉണ്ടായിരുന്നു. ഡോക്ടറിന് പഠിക്കണം എന്നൊക്കെ കുറെ പറഞ്ഞു. പിന്നെ എല്ലാം അള്ളാഹു വരുത്തുന്നത് പോലെ. രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ 2ാം ക്ലാസ് പഠിക്കുക. ഒരു സ്കൂളിൽ പോയിക്കാണ്. അനക്ക് പെണ്ണിനെ പിടിച്ചാ? അല്ല, ഇത് ഓന്റെ കാര്യം അറിഞ്ഞിട്ട് വേണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ. അളിയനെങ്ങനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട? ഓനല്ലേ പെണ്ണിനെ കെട്ടണത്. ഓന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാ. കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇല്ലേ കാതിർക്ക? എല്ലാ കാര്യങ്ങളും ഞാൻ മുസ്തഫാനോട് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കണ്ടി വാങ്ങണ്ടി കാര്യത്തില് നമ്മൾ വലിയ കണിച്ചക്കാരാ. അത് നിങ്ങളും പാലിക്കണം. അത്രേ ഉള്ളൂ ഞമ്മക്ക്. എന്നാ പറഞ്ഞ മാതിരി തീയതി തീരുമാനിച്ചിട്ട് അറിയിക്ക. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അവിടുന്ന് കാണാൻ മക്ക്. അന്ന് അസ്സലാമലൈക്കും. വലൈക്കും സലാം. മകൾക്കൻപുള്ള തത്തേ വരികടോ താമസശീലമകത്തേണമാശുനി ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാമകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ. മരുന്ന് കഴിക്കാൻ സമയമായില്ലെന്നുണ്ടോ? സമയത്തിന് മരുന്ന് കഴിക്കണ്ടേ? എത്ര നാളായി കഴിക്കുന്നു? എന്നാ ഇനി ഒരു ആശ്വാസം കിട്ടുക? കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് മരുന്ന്? മാറ്റിവെക്കലല്ലാണ്ട്. മരുന്ന് കഴിക്കാണ്ടിരുന്നാല് ദീനം മാറുമോ? എന്റെ മോന് അല്പമെങ്കിലും ആശ്വാസം കിട്ടില്ലേ? അമ്മയ്ക്ക് ഞാനൊരു ഭാരമായി തോന്നുന്നുണ്ടോ? എനിക്കറിയാം എന്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. എന്റെ കുട്ടി, മക്കൾ എത്ര വലുതായാലും വയസ്സായാലും അവർക്ക് എന്ത് രോഗം വന്നാലും പെറ്റമ്മമാർക്ക് ഒരു ഭാരമാകോ? അമ്മമാരുടെ മനസ്സില് മക്കൾ എന്നും കുട്ടികളല്ലേ? ഇതൊന്നും അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എത്ര നാളായി അമ്മ ശരിയായി ഒന്ന് ഉറങ്ങിയിട്ട്. എന്തുമാത്രം കണ്ണീര് അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞു തീർത്തു. എന്നിട്ടും കേൾക്കാത്ത ദൈവങ്ങൾ. ഇന്ന് ആശുപത്രിയിൽ പോകേണ്ട ദിവസമല്ലേ? ഖാദര് വരാനും പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഖാദർബായിക്ക് ഒരുപാട് പണി കാണും. മോളുടെ കല്യാണമൊക്കെ ശരിയായിരിക്കുമല്ലേ? എന്ന് നമുക്ക് വേണ്ടി ഓടി നടക്കാൻ പറ്റുമോ? ഈ ഖാദറും മുസ്തഫയും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ആരുമില്ലാത്തവർക്ക് ദൈവം തുണ. അതല്ലേ അവർ നമുക്ക്. എന്തുമാത്രം പൈസ അവരെനിക്ക് വേണ്ടി ചിലവാക്കി. എത്ര എത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരു അന്യ മതക്കാരനായിട്ടും അവരെന്നെ ഒരു സഹോദരൻ പോലെയല്ലേ കാണുന്നത്. മനുഷ്യ സ്നേഹികളായ നല്ലവര് ഈ ഭൂമിയിലുണ്ട് മോനെ. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യരെ പരസ്പരം കൊന്നൊടുക്കുന്നവരും അതിനെ പ്രേരിപ്പിക്കുന്നവരും സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും വില അറിയുന്നില്ല. അവർക്ക് അവരുടെ മാത്രം ഉയർച്ചയാണ് ലക്ഷ്യം. അമ്മ ഒന്ന് പതുക്കെ പറ, വല്ലവരും കേൾക്കും. കേൾക്കട്ടെ മോനെ, കേൾക്കട്ടെ. ഈ ലോകം മുഴുവൻ കേൾക്കട്ടെ. സത്യമല്ല ഈ അമ്മ പറയുന്നത്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഈ ഭൂമുഖത്ത് മുഴുവൻ എപ്പോഴും ആൾക്കാരായിരുന്നു. ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ പാർട്ടിക്കും അണികൾക്കും വേണ്ടി വിറ്റ് തുലച്ചു. എന്നിട്ട് എന്നെയും രോഗിയായ നിന്നെയും തനിച്ചാക്കി നിന്റെ അച്ഛൻ പോയില്ലേ? നിന്റെ അച്ഛന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. അയൽക്കാരെ പോലും വെറുപ്പിക്കുന്ന രാഷ്ട്രീയമല്ലായിരുന്നോ? ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് അച്ഛന്റെ രാഷ്ട്രീയ ഭാഷ അറിയില്ലല്ലോ. ഇവർക്ക് സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ലേ അറിയൂ. അതുകൊണ്ടല്ലേ അവര് നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്നത്. അമ്മ എന്തിനാണ് ഈ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നത്? വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിട്ടേച്ച് ഇന്ന് അവരെല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങകലെ ഈ ഗ്രാമത്തിൽ ഒറ്റപ്പെടേണ്ടി വന്നില്ലേ? യൗവനത്തിലെ മനസ്സ് സ്നേഹത്തിനും വികാരങ്ങൾക്കും അടിമയാണ്. അവിടെ വിവേകത്തിനും വിചാരത്തിനും സ്ഥാനമില്ല. അത് തന്നെയാണ് ഈ അമ്മയ്ക്ക് സംഭവിച്ചത്.
അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇതെല്ലാം അനുഭവിക്കാനായി വിധിക്കപ്പെട്ടവരല്ലേ നമ്മൾ. ഇനി എത്ര നാളെന്ന് വെച്ചാ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചുമ്മാ കുറെ പൈസ കളയാന്നല്ലാതെ. എന്റെ മോൻ വേണ്ടാത്തതൊന്നും പറയരുത്, എല്ലാം ഭേദമാകും. അച്ഛനും ഇതായിരുന്നില്ലേ അസുഖം? എന്തുമാത്രം ചികിത്സ നടത്തി. എന്നിട്ടും അല്ല, ആരാ ഇത്? മുസ്തഫായോ? വരൂ, കയറിയിരിക്കൂ. അമ്മയും മോനും കൂടി എന്താ ഒരു സംഭാഷണം? അല്ല, അമ്മയുടെ കണ്ണും നിറഞ്ഞിരിക്കുന്നല്ലോ. എന്ത് പറ്റി? ഓരോന്നോർത്ത് പോയതാ മോനെ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? അമ്മ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലായിരുന്നു. എത്ര നാളെന്ന് വെച്ചാ നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. കൊള്ളാം, എന്ത് ബുദ്ധിമുട്ട്! അതാപ്പ വലിയ കാര്യം. ഈ ശങ്കരമേനോൻ എന്റെ സ്വന്തം അനിയനല്ലേ? സ്വന്തം അനിയന്റെ കാര്യം നോക്കുന്നത് ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ആണോ? നിങ്ങൾ ഇങ്ങനെയാണോ നമ്മളെ കണ്ടിരിക്കുന്നത്? മുസ്തഫായ്ക്കൊന്നും തോന്നരുത്, മനപ്രയാസം കൊണ്ട് അമ്മ പറയുന്നതാ. നിങ്ങൾ എന്താ മേനോനെ ഈ പറയണത്? ഞാൻ ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ലെന്നല്ലേ ഉള്ളൂ. ഇതെന്റെ പോറ്റമ്മയല്ലേ? ഞാൻ എന്നും ഓർക്കുന്നു, എന്റെ ഉമ്മ ജോലിക്ക് പോകുമ്പോ ഞമ്മളെ ഈ അമ്മയുടെ കയ്യിലല്ലേ ഏൽപ്പിച്ചിട്ട് പോയിരുന്നത്. മേനോന്റെ അച്ഛനെ കാണാതെ ഈ അമ്മ വാരി തന്ന ചോറിന്റെ രുചി ഇപ്പോഴും എന്റെ നാവിലുണ്ട്. ഒരു കണക്കിന് ഞാനും നിങ്ങളെപ്പോലെ ഒരു അനാഥനായിരുന്നില്ലേ? ആ, എന്നാ ഇറങ്ങാം. ചൂട് തുടങ്ങുന്നതിന് മുന്നേ പോയി വരാം. വന്നിട്ട് ഒരുപാട് പണിയുള്ളതാ. ഞാൻ എപ്പോഴേ റെഡി ആയിരിക്കുക. കാതര് മോൻ വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. കാതർക്ക വരൂല, ഞാൻ കണ്ടിരുന്നു. പണം എന്റെ അടുത്ത് തന്നിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച അത്ര കിട്ടിയിട്ടില്ല എന്നാ മൂപ്പര് പറഞ്ഞത്. ഏതായാലും അത് കാര്യാക്കണ്ട, ബാക്കി എന്റെ കയ്യിലുണ്ട്. എനിക്ക് എന്തിനാ പണം? മോന്റെ കയ്യില് വെക്ക്. ആശുപത്രി ചെലവിനുള്ളതല്ലേ. നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോഴാണ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നത്. ഞങ്ങള് നിങ്ങൾക്ക് ഒരുപാട് കടക്കാരായി അല്ലേ? എന്താ ജാനകിയമ്മ നിങ്ങൾ ഈ പറയണത്? പണാണോ വലുത്? മനുഷ്യബന്ധങ്ങളല്ലേ? പൈസ കൊടുത്താൽ കിട്ടണതാണോ ഈ സ്നേഹം? പണം വരും പോകും, കയ്യിലിരുന്നിട്ട് എന്താ കാര്യം? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുമ്പോഴല്ലേ പണത്തിന് വില ഉണ്ടാവുള്ളൂ. ഞാനും കൂടി വരുന്നു. ഇന്നല്ലേ ഡോക്ടര് ഓപ്പറേഷന്റെ തീയതി പറയാമെന്ന് പറഞ്ഞത്? ഇവിടെ ഒറ്റയ്ക്കിരുന്നാല് എന്താ ഏതാ എന്നറിയാതെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കും. അമ്മ വരണ്ട. ഇത്ര ദൂരെ യാത്ര ചെയ്യാൻ അമ്മയ്ക്കാവുമോ? അപ്പറഞ്ഞതാ ശരി. ഞാനില്ലേ കൂടെ. ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരും. പിന്നെ ഈ വസ്തു വിൽക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒന്നും ആയില്ലേ? ആശുപത്രി ചെലവുകൾ കൂടി വരികയല്ലേ? ഇനി ഇതും വെച്ചോണ്ടിരുന്നാല് കാര്യങ്ങൾ നടക്കോ? കൊടുത്തിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടെങ്കിലും പോകാം. എത്ര നാളെന്ന് വെച്ചാ നിങ്ങൾ നാട്ടുകാരെ സഹായിക്കുക. എന്നാ ഞങ്ങൾ പോയി വരട്ടെ അമ്മേ. ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോളേ. അപ്പോ നിങ്ങള് വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? അല്ലാണ്ട് വേറെ വഴി വല്ലതും ഉണ്ടോ ആയുഷോ? നമ്മുടെ മോളെ കല്യാണം നടത്തണ്ടേ? അതാ നല്ലതെന്ന് വെച്ചാ നിങ്ങളത് ചെയ്യ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ട് നിങ്ങൾ ബേജാറാകണ്ട. എന്റെ പ്രയാസം കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളെയും കൊണ്ടുവിടുന്ന ഇറങ്ങാന്ന് പറഞ്ഞാല് എനിക്കും വല്ലാത്ത വിഷമുണ്ട്. നിവർത്തില്ലാഞ്ഞിട്ടാണ് ആയുഷു. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം നമ്മുടെ മോളുടെ നല്ലതിന് വേണ്ടിയല്ലേ. ഗൾഫിൽ കിടന്ന് ഞാൻ ഒരുപാട് കിനാവ് കണ്ടു. നല്ലൊരു വീട് വെക്കണം, മക്കളെ നല്ലോണം പഠിപ്പിക്കണം, ഓലെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടണം, പിന്നെ ഒരു കച്ചവടമൊക്കെ ഇട്ട് നാട്ടിൽ ഈ ഒത്ത് സുഖമായിട്ട് കഴിയണം എന്നൊക്കെ. ഒരു ഗൾഫുകാരന്റെ കിനാവ് മാത്രമായി അതൊക്കെ എന്നും ബാക്കിയായി. ഇങ്ങനെ ഓരോന്ന് ഓർത്തോർത്തിരുന്നാല് കാര്യം നടക്കൂ. നിങ്ങൾ പോയി ആ ഇബ്രാഹിം ഹാജി ഒന്ന് കാണി. മൂപ്പരാകുമ്പോ നല്ല ബലയും കിട്ടും. നിക്കാഹ് കഴിഞ്ഞ് ഇറങ്ങിത്തരാന്ന് പറഞ്ഞാല് ചിലപ്പോ സമ്മതിക്കുകയും ചെയ്യും. നമ്മൾ വീട് വിറ്റെന്ന് ആരും അറിയൂല. ഇവിടെ തക്കാരെ ഇറങ്ങി പോകേണ്ടിയും വരില്ല.
ഞാൻ ആജിയരെ കണ്ടപ്പോ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. മൂപ്പര് നോക്കാനാ പറഞ്ഞത്. ഏതായാലും ഇന്ന് പോയി കണ്ട് ബാക്ക് കൊടുക്കണം. നിക്കാഹ് ഞമ്മക്ക് ഉഷാറായിട്ട് നടത്തണം. അതിലൊരു കുറവും വരാൻ പാടില്ല. എവിടെ മോള്? ഞാൻ ഇവിടെ ഉണ്ട് പാപ്പാ. നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. ഈ എന്തെടുക്കാൻ പോവാ? എനിക്ക് പഠിക്കണം. എന്റെ ഉമ്മാന്റെ ഗതി എനിക്ക് ഉണ്ടാവാൻ പാടില്ല. നല്ലോണം നോക്കണം പറഞ്ഞില്ലേ എന്റെ വല്യുപ്പ ഉമ്മാനെ ഉപ്പാന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നിട്ട് ഉപ്പാക്ക് ഉമ്മാനെ ശരിക്കും നോക്കാൻ പറ്റിയ? എന്റെ ഉമ്മ ഇന്ന് വരെ ബാപ്പത്ത് സുഖമായി കഴിഞ്ഞിട്ടുണ്ടാ? ഓരോ രാത്രിയിലും എന്റെ ഉമ്മ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന കണ്ട് ഞാനും എത്രയോ കരഞ്ഞിരിക്കണു. അപ്പൊക്കെ എനിക്ക് എന്റെ ബാപ്പയോട് വെറുപ്പാ തോന്നിയിരിക്കണേ. മോളെ, നീ എന്തായി പറയുന്നേ? ആരുടെ പറയുന്നെന്ന് ഓർമ്മയുണ്ടോ? ഐഷു, ഈ ഓളോട് കയർക്കണ്ട. ഓള് പറയട്ടെ. ഓള് പറയണ മുഴുവൻ സത്യല്ലേ? അന്റെ മനസ്സിന്റെ നൊമ്പരങ്ങളല്ലേ ഓളെ ബാക്കി കൂടെ പുറത്തു വരുന്നത്. എന്റെ ബാപ്പാനെ വിഷമിപ്പിക്കാനല്ല ഞാനീ പറഞ്ഞത്. എനിക്കറിയാം എന്റെ ബാപ്പ ഒരു പാവാ. ഞാൻ ബാപ്പാനെ കുറിച്ച് പറയുമ്പോ എല്ലാം ഈ ഉമ്മ എന്നോട് പറയും, നീ ബാപ്പാനെ കുറിച്ച് വേണ്ടാത്ത പറയരുത്, നിനക്ക് നിന്റെ ബാപ്പാനെ കുറിച്ച് ഒന്നും അറിയില്ല, അദ്ദേഹം നല്ലൊരു മനസ്സിന്റെ ഉടമയാ, ഒരു വലിയ കുടുംബത്തെ ഇത്രയും കാലം പോറ്റിയവനാന്നൊക്കെ. ബാപ്പ എന്റെ ഉമ്മാനെ നിക്കാഹ് ചെയ്തിട്ട് ഇപ്പം 18 വർഷം കഴിഞ്ഞിരിക്കണു. ഇന്ന് വരെ എന്റെ ഉമ്മാക്കൊരു ജീവിതം കൊടുക്കാൻ ബാപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാ? ഈ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാ? അവസാനം ഒന്നുമില്ലാണ്ട് കയ്യും വീശി വരേണ്ടി വന്നില്ലേ? ഇന്ന് ബാപ്പ സ്വന്തം മോളെ നിക്കാന് വേണ്ടി എന്റെ ഉമ്മാനെയും എന്റെ ഇള പെങ്ങളെയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നില്ലേ? എന്തായിരുന്നു ബാപ്പ നിങ്ങൾ 22 വർഷം ഗൾഫിന് സമ്പാദിച്ചത്? ഒരു പിടി രോഗങ്ങളല്ലാണ്ട്. എന്തിനാ ഗൾഫിൽ നിങ്ങളുടെ ജീവിതം ഇത്രയും കാലം തൊലച്ചത്? ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? നേടിയതിലെന്ന് എവിടെ? യൗവനവും ആരോഗ്യവും അവിടെ ചെലവാക്കിയിട്ട് വാർദ്ധക്യവും രോഗവുമായി മടങ്ങി വന്നത് ആരെ സംരക്ഷിക്കാനാ? മറുപടി ഇല്ലാത്ത ചോദ്യങ്ങള് അല്ലേ? മോളെ മതി, നിർത്ത്. എന്റെ ഉമ്മ കരഞ്ഞു തീർത്ത കണ്ണീർത്തുള്ളികളുടെ ഒരു അംശം പോലും ഞാൻ പറഞ്ഞില്ലല്ലോ ഉമ്മ. ചെറുപ്പവും യൗവനവും എല്ലാം സ്വന്തം ഭർത്താവിന് വേണ്ടി കരുതി വെച്ച് ജീവിതം കരഞ്ഞു തീർത്ത ഒരു യഥാർത്ഥ ഭാര്യ. സ്വന്തം ഭർത്താവിന്റെ കാൽ കീഴിലുള്ള സ്വർഗം എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ചട്ടക്കൂടുകൾക്കകത്തു നിന്ന് ജീവിക്കുകയും മക്കളെ അതിൻ പ്രകാരം വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഭാര്യയാണ് ബാപ്പയ്ക്ക് കിട്ടിയെന്നതിൽ നിങ്ങൾ അള്ളാഹുവിനോട് സ്തുതി ചെയ്യും. എന്റെ ഉമ്മ സബൂറായതുപോലെ ലോകത്ത് ഒരു സ്ത്രീയും ഇത്രയും ക്ഷമിച്ചു നിന്ന് കാണില്ല. എന്റെ ഐഷു, ഈ വലിയോളാണ്. നമ്മുടെ മക്കളെ ഞാൻ വളർത്തുന്നതിന് നന്നായിട്ട് വളർത്താനും അവർക്ക് നല്ല അറിവ് കൊടുക്കാനും എനിക്ക് കഴിഞ്ഞു. ഞാൻ ഇന്നൊരു യഥാർത്ഥ ബാപ്പയായി. എനിക്ക് പെരുത്ത് സന്തോഷായി. അന്നെ എന്റെ ഭാര്യയായി കിട്ടിയതില് ഞാൻ അഭിമാനിക്കുകയും പടച്ചോരെ സ്തുതിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. എനിക്ക് എന്റെ ബാപ്പാനെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എന്റെ ബാപ്പയോടത്ത് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പേ എന്നെ പറഞ്ഞു വിടാൻ ബാപ്പയ്ക്ക് തിടുക്കായ. എന്റെ ഉമ്മ ഒരു പാവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഭർത്താവ് ഒത്തൊരു നല്ല ജീവിതം ഉണ്ടാവുമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച ഇവരെ ഇനി കണ്ണീർ കയറ്റിലേക്ക് ഇറക്കി വിടാൻ എനിക്ക് കഴിയില്ല ബാപ്പ. ഒരു ഗൾഫുകാരനെ കല്യാണം കഴിച്ച ഈ ഉമ്മയുടെ അവസ്ഥ ഈ മകൾക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയാ ഞാൻ ഇത്രയും പറഞ്ഞത്. ബാപ്പയും ഉമ്മയും എന്നോട് ക്ഷമിക്കണം. മോൾ ഈ കല്യാണത്തിന് എതിർപ്പൊന്നും പറയരുത്. മക്കളുടെ കല്യാണം നടത്തേണ്ടത് ഉപ്പാന്റെയും ഉമ്മാന്റെയും കടമയാണ്. അത് അതിന്റെ സമയത്ത് തന്നെ നടത്തണം. പിന്നെ എല്ലാം റബ്ബുലാലംനായ തമ്പുരാൻ വരുത്തുന്നത് പോലെ. മോൾ പോയി ബാപ്പാക്ക് കുടിക്കാൻ ചായ എടുക്ക്. ശരി ഉമ്മ. എന്നാല് ഞാൻ ആചാര്യ അടുത്ത് പോയി വരട്ടെ. മോള് ചായ എടുക്കാണ്, നിങ്ങൾ കുടിച്ചിട്ട് പോയി. വേണ്ട, വന്നിട്ട് കുടിച്ചോളാം. ബാപ്പ എന്നോട് പിണങ്ങിയാ പോണ്? എന്റെ മോളോട് എനിക്ക് പിണക്കോ? എന്റെ മോളുടെ ഓരോ ചലനങ്ങളും വളർച്ചയും മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ച ഈ ബാപ്പാക്ക് മോളോട് പിണക്കോ? മോൾക്കറിയോ, മരുഭൂമിയില് രാപ്പകൽ ജോലി ചെയ്ത് തളർന്ന് റൂമിൽ വരുമ്പോ തലയ്ക്കപ്പുറം മോളുടെ ഫോട്ടോ കാണുമ്പോഴാണ് ഈ ബാപ്പ എല്ലാം മറന്നിരുന്നത്. മോളുടെ ആ ഫോട്ടോ എടുത്തു വെച്ചു ഉമ്മ കൊടുക്കാതെ ഈ ബാപ്പ ഒരു നാൾ കൂടി ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ ഓർത്ത് കണ്ണീര് വാർക്കാതെ ഒരു ദിനം പോലും കഴിഞ്ഞിട്ടില്ല. എന്റെ മക്കളെ എടുത്ത് മടിയിലിരുത്തി ഓമനിക്കാനും ലാളിക്കാനും നിങ്ങളുടെ വളർച്ച കാണാനും നിങ്ങളോടൊത്ത് ജീവിക്കാനും കഴിയാതെ പോയ ഭാഗ്യമില്ലാത്തൊരു ബാപ്പയല്ലേ മോളെ ഇത്? ഈ ഗൾഫ് ജീവിതം എന്തിനായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു എന്നീ ബാപ്പയ്ക്ക് ഇപ്പോഴും അറിയില്ല മോളെ.
ഐഷു, ആ കൂടെ അങ്ങോട്ട് എടുക്ക്. പുറത്ത് നല്ല ചൂടുണ്ട്. മോളെ, എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി സ്വന്തം മക്കളോടും ഭാര്യയോടുമൊത്ത് ജീവിക്കാൻ കഴിയാതെ കണ്ണീർ വാർത്ത് കഴിയുന്ന എന്നെപ്പോലുള്ള എത്ര ആൾക്കാരുണ്ട് ഗൾഫിൽ. സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഭാര്യയോടും മക്കളോടുമുള്ള പ്രതിബദ്ധതയും ഉപേക്ഷിച്ച് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ലൊരു ജീവിതം കളഞ്ഞിട്ട് മനുഷ്യനുണ്ടാക്കിയ കടലാസ് കഷ്ണങ്ങൾക്കായി ജീവിതം മാറ്റിവെച്ചതല്ലേ ഈ ഗൾഫുകാർ? അവരറിയുന്നുണ്ടോ അവരുടെ മക്കളുടെ വളർച്ച? അവരറിയുന്നുണ്ടോ അവരുടെ നൊമ്പരങ്ങൾ? അവരറിയുന്നുണ്ടോ അവരുടെ ആഗ്രഹങ്ങൾ? അവരറിയുന്നുണ്ടോ അവരുടെ ഭാര്യമാരുടെ തേങ്ങലുകൾ? അവസാനം കുറെ രോഗവും വാർദ്ധക്യവും പേറി ഒരു മടക്കയാത്ര. അതല്ലേ ഗൾഫുകാരന്റെ ജീവിതം? അബ്ദുറഹ്മാൻക, ചായ ഇടങ്ങുന്നെടുക്കി. ചായ മാത്രം മതിയാ? കഴിക്കാൻ കൂടെ എടുക്കട്ടെ? അതിനെന്താ നിങ്ങളെ കടയില്ലേ ഈ വടയും പഴംപൊരിയും അല്ലാണ്ട്? ഒരു ചിക്കൻ കറിയും പൊറോട്ട എടുക്കട്ടെ? നിങ്ങൾ വേണ്ടാത്തൊന്നും പറയാണ്ട് ഒരു വട ഇങ്ങോട്ട് എടുക്കി. അല്ല ബഷീറെ, ഈ എന്നാ ഇവിടുത്തെ കോഴിക്കറിയും പൊറോട്ടയൊക്കെ കഴിച്ചില്ലെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കണേ? അബ്ദുറഹ്മാനെ, നമുക്ക് ഒരു ചായ എടുക്കി. പത്രം ഒന്ന് നോക്കിക്കളയാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് BR കൃഷ്ണയ്യർ അധ്യക്ഷനായ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. താഴെ വേറൊരു വാർത്തയുണ്ടല്ലോ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ കൊണ്ടുവന്ന വിമൻസ് കോഡ് ബില്ലിന്റെ കരട് റിപ്പോർട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതല്ല. 2 കുട്ടികളിൽ കൂടുതൽ ജനിച്ചാല് 3ാമത്തെ കുട്ടി മുതല് ഓരോ കുട്ടിക്കും 10,000 രൂപ പിഴയോ 3 മാസം വരെ ജയിൽവാസോ നൽകണമെന്ന് വ്യവസ്ഥ. ഇത് പൈശാചികമാണെന്ന് സംഘടനകള്. മക്കൾക്ക് ജന്മം കൊടുക്കുവാനും അത് എത്ര വേണമെന്ന് തീരുമാനിക്കാനുമുള്ള മാതാപിതാക്കളുടെ പരമാധികാരത്തില് കൈകടത്താൻ ഭരണാധികാരികൾക്കോ രാഷ്ട്രീയക്കാർക്കോ അവകാശമില്ലെന്ന്. അപ്പോഴേ അബ്ദുറഹ്മാൻക, നിങ്ങൾ ജയിലിൽ പോന്നോ അതോ 10,000 ഉറുപ്പിക കെട്ടിവെക്കുന്നോ? ഇനിയിപ്പോ 10,000 ഉറുപ്പ്യ ഉണ്ടാക്കി വെച്ചിട്ട് കെട്ടിയോളടുത്ത് പോകാൻ പറ്റൂന്ന് പറഞ്ഞാലേ എന്താ മനുഷ്യന്റെ അവസ്ഥ? അല്ല, ഈ നിയമം വന്നതുകൊണ്ട് ഇവിടുത്തെ പ്രസവമൊക്കെ നിൽക്കുവോ? എവിടെ നിൽക്കാന്? കൂടുതൽ അഴിഞ്ഞാട്ടത്തിനും ആശുപത്രിക്കും പ്രസവ നിരോധന സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിക്കും കായുണ്ടാക്കാനുള്ള ഒരു അവസരം. അല്ലാണ്ട് പിന്നെ 2007 ഈ കൃഷ്ണയ്യർ തന്നെ അധ്യക്ഷനായി നിയമിച്ച നിയമപരിഷ്കരണ സമിതി തയ്യാറാക്കിയ 109 നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണപ്പാ ഈ നിർദ്ദേശം. അന്ന് കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ അതേ നടപടികൾ തന്നെയാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയുമാ? ഈ വിത്ത് ഇവിടെ മുളക്കൂല. എല്ലാ മതനിരപക്ഷ സംഘടനകളും ഇതിനെ എതിർത്തിരിക്കുന്നല്ല. ഓർക്ക് വയസ്സുകാലത്ത് ലക്കും ലകാനില്ലാണ്ടായി. അല്ല പിന്നെ അല്ല അബ്ദുറഹ്മാനിക്ക, നിങ്ങൾ സംഗതി അറിഞ്ഞ നമ്മുടെ ഖാദറിന് തിരിച്ചു പോകുന്നില്ലാന്ന്. അതെന്താണിപ്പാ ഓൻ തിരിച്ചു പോകാത്തെ? എന്റെ മോൻ ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോഴാ നമ്മൾ സംഗതി അറിഞ്ഞത്. ഓന്റെ അറബി എടുത്തും ചാടിപ്പോയെന്നും ഓന്റെ അറബി ഓനെ ഉറുബാക്കിയെന്നും ജയിലിൽ പിടിച്ചിട്ടെന്നും എന്നിട്ട് അവിടുത്തെ സംഘടനകൾ പണം പിരിച്ച് കയറ്റിവിട്ടെന്നും മറ്റും. അല്ലിക്ക, എന്താ ഈ ഉറൂബ്? എടാ, കൊണ്ടുപോയ അറബിന്റെ അടുത്ത് നിന്ന് ചാടി പുറത്തുപോയി ജോലി ചെയ്താല് പഴയ അറബി അവിടുത്തെ ഗവൺമെന്റിൽ പരാതി കൊടുക്കും. ഇവൻ എന്റെ അടുത്ത് നിന്ന് ചാടിപ്പോയി, അതിനാൽ ഇവൻ ചെയ്യുന്ന ഒരു കുറ്റത്തിനും ഞാൻ ഉത്തരവാദിയല്ല, അതുകൊണ്ട് കണ്ടുപിടിച്ച് നാട് കടത്തണമെന്ന്. അതിൽ ഖാദറത്തിനാ ചാടിയത്? ആ അറബിന്റെ അടുത്ത് തന്നെ നിന്നാ പോയായിരുന്നാ? വെറുതെ ഒന്നും ആയിരിക്കില്ല, ഓന് ശമ്പളം കൊടുത്തു കാണില്ല. അതേ കാരണം. ശമ്പളം മാത്രമല്ല, ആഹാരത്തിന് പോലും പൈസ കൊടുക്കില്ലെന്ന്. അതിനാൽ കഴിഞ്ഞ അവധിക്ക് വന്നിട്ട് പോയതിനു ശേഷം ഓന്റെ അറബി എടുത്ത് പോയില്ലാന്ന്. അപ്പോഴേ നമ്മൾ ഈ കാണുന്ന ലോകമൊന്നല്ല ഈ ഗൾഫ് എന്ന് വെച്ചാലല്ലേ ഇബ്രാഹിംക, അവിടെ ഒരു സാധാരണക്കാരന് ഒരു മാസം എത്ര ഉറുപ്പിക ശമ്പളം കാണും? ഏകദേശം ഇവിടത്തെ ഒരു 10-15 ഉറുപ്പിക കാണും. അതിൽ നിന്ന് വേണം ആഹാരം കഴിക്കലും ഫോൺ വിളിക്കലും റൂം വാടകയും കുപ്പായം വാങ്ങലും ഹോസ്പിറ്റൽ ചെലവും ഒക്കെ നടത്താൻ. പിന്നെ എന്താ ബാക്കി?
ഇക്കളക്ക് ഇവിടെ മെച്ചം. ഇവിടെ ഇപ്പോൾ കൂലിവേല ചെയ്യുന്നതിന് 500 റുപ്യ ശമ്പളം. നമ്മളെ പീടികയിലെ അലിയർ വന്നപ്പോ ചോദിച്ചു നീ പോരുന്നോന്ന്. ഞാൻ പറഞ്ഞു ഞമ്മക്ക് ഗൾഫ് പണത്തിന് പൂതിയില്ലാന്ന്. അതിപ്പോ ഏതായാലും നന്നായി. അവിടെ ഇപ്പോൾ പുതിയ നിയമം വന്നിരിക്കുന്നത്. അവിടുത്തെ അറബികൾ ജോലി ഇല്ലാണ്ട് അലയുകയാണെന്നു, അതുകൊണ്ട് അവിടുന്ന് ആൾക്കാരെ മുഴുവൻ കയറ്റിവിടുകയാണെന്ന്. അത് ശരിയല്ലേ? അവിടുത്തെ അറബിക്ക് ജോലി കൊടുക്കാണ്ട് എങ്ങനെയാ പുറത്തു വന്നവർക്ക് ജോലി കൊടുക്കുക? അവിടുത്തെ ആൾക്കാർക്കും ജോലി വേണ്ടേ? അവിടുത്തെ ഗവൺമെന്റിനും പിടിച്ചു നിൽക്കണ്ടേ? അല്ല, അപ്പൊ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വന്നാൽ നമ്മളെ പണി പോവല്ലപ്പാ. അതിനവൽ എത്ര പേര് തെങ്ങ കയറൂ? ഏതായാലും നിന്റെ ജോലി പോകുമ്പോൾ തീ ബേജാറാകണ്ട. ഇനിയെങ്കിലും നമ്മുടെ ഗൾഫുകാരായ മക്കള് അടിച്ചു പൊളിച്ച് ജീവിക്കാണ്ട് ഭാവി കൂടി ചിന്തിച്ച് കണ്ടും നോക്കിയൊക്കെ ചെലവാക്കിയ തിരിച്ചു വരുമ്പോ ഇവിടെ അല്ലല്ലാവർക്ക് സുഖമായിട്ട് ജീവിക്കാം. അറബി പണം കണ്ടവൻ ഇതെല്ലാം എവിടെ ചിന്തിക്കാൻ സമയോ? അറബി പണവും അവിടുത്തെ ജോലിയും കണ്ട് മക്കളെ വളർത്തുന്നവർക്കൊക്കെ ഇതൊരു പാടാണ്. ആയിഷത്താത്ത വളരെ കഷ്ടപ്പെട്ട ആ കുട്ടികളെ വളർത്തിയത്. ഇനിയിപ്പോൾ ഖാദറിന്റെ കാര്യം അവർക്ക് നോക്കണം. അല്ലാണ്ട് ഓൻ എന്ത് ജോലി ഇവിടെ ചെയ്യാനാ? മോളെ കല്യാണത്തിന് വേണ്ടി കുറെ പണം ആവശ്യപ്പെട്ടു ഓൻ എന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് നിങ്ങൾ കൊടുത്താ? കൊടുക്കാനും മടിയുണ്ടായിട്ടല്ല, നമ്മളാണെങ്കിൽ ഒരു വസ്തു വില ഉറപ്പിച്ചു വെച്ചിരിക്കണേ. അത് സമയത്തിന് എടുത്തില്ലെങ്കിൽ കൊടുത്ത പണം മുഴുവൻ പോയില്ലേ? അല്ലെങ്കിലും മതത്തിന്റെ കാര്യവും മഹലിന്റെ കാര്യമൊക്കെ പറയാനേ ആൾക്കാർക്ക് 100 നാവ. എന്നാ പാവപ്പെട്ടനെ സഹായിക്കാൻ പറഞ്ഞാല് ഇത്തരക്കാർക്ക് പിന്നെ നാവ് കാണൂല. അത് സ്വാഭാവികം. അത് പിന്നെ അങ്ങനെയല്ലേ? ഇവര് സംസാരിക്കുന്ന പടച്ചവന് വേണ്ടിയാ, സ്വന്തം കാര്യല്ലേ മുഖ്യം. അപ്പോഴേ ഞാൻ ഇവിടെ ഇരുന്ന ശരിയാകില്ല, ഇറങ്ങുന്നു. അല്ല ബഷീറെ, ഞാൻ നിന്നെ തിരക്കി ഇറങ്ങിയതാ. ഒന്ന് അത്രം വരെ വരിക. തൊടിയിലെ നാളികേരം വെട്ടിയിരിക്കുക, അതൊന്ന് പുരക്കകത്താക്കണം. നിങ്ങൾ വിട്ടോളി, ഞാൻ ഉടനെ എത്തിക്കോളാം. അല്ല, പൈസ പറ്റില്ല എഴുതാനാ? ആ എഴുതിക്കോ, ഓന്റെ നമ്മുടെ കൂടെ ചേർത്തോളി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മുസ്തഫ, അനക്കത് എന്ത് പറ്റി? ചായ ഒന്നും എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട. ഒന്നും കഴിക്കാനും കുടിക്കാനുള്ള അവസ്ഥയിലല്ല ഇപ്പൊ ഞാന്. ആന്ത മുസ്തഫ, ഖാദറിന്റെ മോള് നിക്കാഹ് മുടങ്ങിയാ? അതൊന്നും അല്ല കാര്യം. നമ്മുടെ ശങ്കരമംഗലത്തെ കുട്ടിന്റെ കാര്യം ആലോചിച്ചിട്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. കാര്യങ്ങളൊക്കെ നമ്മളെ കൈവിട്ടു പോയിരിക്കണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ അധികം നാളില്ലാന്നാ ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. ഇനിയിപ്പൊ പറ്റിയൊരു കിടിനിപ്പൊ എവിടുന്നാ തരപ്പെടുക? പത്രത്തിൽ കൊടുത്തിട്ട് ആരെങ്കിലും വിളിച്ചിരുന്നോ? പലരും വിളിച്ചിരുന്നു. എല്ലാവർക്കും വേണ്ടത് പണം. ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല. ആ തള്ളന്റെയും മോന്റെയും മനസ്സ് അത്രയ്ക്ക് നല്ലതാണേ. അല്ല, ഓന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നാ? ആര് വരാനാ? കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസം ആരംഭിച്ചല്ലേ മാഷ്. മൂപ്പർ ഇവിടെ ഉള്ളപ്പോ ആരൊക്കെയോ ഈ ബൈക്കൊക്കെ വന്ന് ചോദിച്ചിരുന്നു. ഇപ്പൊ പിന്നെ ആരും ഈ ബൈക്കൊന്നും കാണാറില്ല. എല്ലാത്തിനും പഠിച്ച തമ്പുരാൻ തന്നെ വഴി കാണിച്ചു തരും. എന്നാ ഇറങ്ങാ? ഇബ്രാഹിം ഹാജി എന്നെയും കാത്ത് അവിടെ ഇരിപ്പുണ്ടാവും. ഒരു ചായ കിട്ടിയാല് കൊള്ളാമായിരുന്നു. അല്ല, ഈ ബൈക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ല. ഞാൻ അങ്ങ് ദൂരേന്ന് വരിക. ഏതായാലും നിങ്ങൾ ഇരിക്കി. അല്ല, ഈ ദൂരേന്ന് വെച്ചാലിപ്പോ എവിടുന്നാ? വളരെ വളരെ ദൂരേന്ന്. ദൂരെന്ന് വരുന്നതല്ലേ, ക്ഷീണം ഉണ്ടാവും. നിങ്ങൾ നല്ലൊരു ചായ അങ്ങോട്ട് എടുത്തു കൊടുക്കി. ഇവിടെ ശങ്കരമംഗലം തറവാട് എവിടെയാ? അവിടെ പോകുന്ന വഴി ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കില് ഉപകാരമായിരുന്നു. അതിന് അവിടുത്തെ ആളല്ലേ ഈ ഇരിക്കണത്. ആട്ടെ, എന്തപ്പ കാര്യം? അവിടുത്തെ കുട്ടിയുടെ കാര്യം ഒന്നറിയാനാ വന്നത്. എന്താ പേര്? എന്റെ പേര് മുസ്തഫ. അല്ല, ശങ്കരമംഗലമായിട്ട് എന്തെങ്കിലും ബന്ധം? ഒരു ബന്ധവുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ടല്ലേ എല്ലാവരും ബന്ധുക്കളാകുന്നത്. അപ്പൊ നിങ്ങള് പത്രവാർത്ത കണ്ട് വന്നേക്കാരം അല്ലേ? അതെ, പത്രത്തിലൊരു വാർത്ത കണ്ടിരുന്നു. അതിന്റെ കാര്യം ഒന്ന് അറിയാമെന്ന് വെച്ചാ ഇറങ്ങിയത്. ഞങ്ങളുടെ ഇടവകയില് ഒരു സംഘടനയുണ്ട്. അതിന്റെ ലക്ഷ്യം പാവപ്പെട്ടവരെ കണ്ടെത്തുക, അവരെ ഒരു കൈ സഹായിക്കുക. അതേതായാലും നന്നായി.
അങ്ങനെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. പഠിച്ചോനെ, എത്ര നല്ല ആൾക്കാര്. പറച്ചോ നമുക്ക് നല്ലത് വരുത്തട്ടെ. എന്നാല് നമുക്ക് അവിടം വരെ ഒന്ന് പോയി വരാം. കുറച്ച് ദൂരണ്ടേ, വണ്ടി ഒന്നും സമയത്തിന് കിട്ടൂല. ഉൾഗ്രാമം അല്ലേ. സാരമില്ല, നടക്കാം. എന്നും ഇത്തിരി നടക്കാറുള്ളതാ. ഇന്ന് അതിന് സാധിച്ചില്ല. ചായന്റെ പൈസ എത്രയാന്നറിഞ്ഞില്ല. ബിരുദാരുടെ അടുത്തുനിന്നും മനുഷ്യന്മാരെ സഹായിക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്നും നമ്മൾ പൈസ വാങ്ങാറില്ല. അപ്പോൾ ഇവിടെ ഉണ്ട് ആത്മാവിനെ തിരിച്ചറിയുന്നവര്. എന്നാലേ അബ്ദുറഹ്മാൻ കാ, ഞങ്ങൾ അവിടം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. കുറച്ച് കഞ്ഞി വെള്ളമെങ്കിലും എടുക്കട്ടെ. ഇങ്ങനെ ഒന്നും കഴിക്കാണ്ടും കുടിക്കാണ്ടും ഇരുന്നാല് എന്താകും അവസ്ഥ? ഈ അവസ്ഥയ്ക്ക് കഞ്ഞിന്റെ വെള്ളം കുടിച്ചത് കൊണ്ടോ വല്ലതും കഴിച്ചതുകൊണ്ടോ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ അമ്മേ? പത്രത്തില് കൊടുത്തു എന്നല്ലേ മുത്തമ്മ പറഞ്ഞേ. എന്നിട്ടും ആരെയും കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ നീ കാത്തോളണമേ. എനിക്ക് അമ്മയുടെ കാര്യം ഓർത്താ വിഷമം. അമ്മയ്ക്ക് എനിക്ക് കൂട്ടിന് ആരുണ്ടാകും? ആരമ്മയെ നോക്കും? മോനെ, നീ അസംബന്ധം ഒന്നും പറയാതെ. എന്റെ മോന് ദൈവം ഒന്നും വരുത്തില്ല. ഒരു കിഡ്നി മാറ്റി വെച്ചാൽ തന്നെ എത്ര നാള് ജീവിക്കാനാ? ഇനി ഇപ്പോൾ അങ്ങനെ ജീവിച്ചിട്ട് തന്നെ എന്ത് കാര്യം? എത്ര എത്ര പേർ കിഡ്നി മാറ്റി വെച്ച് ജീവിക്കുന്നു. അവർ വിവാഹിതരാകുന്നു, കുടുംബമായി ജീവിക്കുന്നു. എന്റെ മോനും അങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലേ? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? ഞാനും ഒരു മനുഷ്യനല്ലേ? അതൊക്കെ ഒരു പ്രതീക്ഷകൾ മാത്രമല്ലേ എന്നെനിക്ക്? ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ. അമ്മേ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അമ്മ കേൾക്കുമോ? എന്റെ ഉണ്ണി, എന്ത് പറഞ്ഞാലും ഈ അമ്മ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? നമ്മെ സഹായിക്കാൻ ആരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ പറഞ്ഞ സമയമാണെങ്കിൽ കഴിയാറായി. വളരെ കുറച്ച് നാൾ കൂടി മാത്രമേ ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നിട്ടുള്ളൂ. അതിലെനിക്ക് ഒട്ടും വിഷമമില്ല. പക്ഷേ എന്റെ അമ്മയെ തനിച്ചാക്കി പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്താണ് എന്റെ വിഷമം. ഇനി എത്ര നാള് ഞാൻ അമ്മയോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അമ്മയെ സുരക്ഷിതമായി എവിടെയെങ്കിലും എത്തിക്കണം. ആ വിശ്വാസത്തിൽ വേണം അമ്മയോട് എനിക്ക് യാത്ര പറയാൻ. ഇവിടെ അടുത്തൊരു സ്നേഹഭവനമുണ്ട്. അനാഥരെയും ആശ്രയം മറ്റവരെ ഏറ്റെടുക്കുന്ന വൃദ്ധസദനം. അമ്മ നാളെ തന്നെ അവിടെ പോകണം. അവിടെ ആകുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് കൂട്ടുകാർ കാണും. അമ്മയേക്കാൾ കൂടുതൽ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ അമ്മമാര് കാണും. ഈ മകന്റെ ഓർമ്മ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കില്ല. നീ എന്താ പറഞ്ഞേ? നീ എങ്ങോട്ട് പോകുവാൻ? ഈ അമ്മയെ തനിച്ചാക്കി നീ എങ്ങോട്ട് പോകുവാന്നോ? നിനക്ക് ഈ അമ്മയെ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? എന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എന്നെ തനിച്ചാക്കി പോകാൻ തീരുമാനിച്ചു അല്ലേ? എന്റെ മോനെ ഒറ്റയ്ക്ക് ഞാൻ ഒരിടത്തും പറഞ്ഞു വിടില്ല. ഈ അമ്മ അതിന് സമ്മതിക്കില്ല. എന്റെ മകനില്ലാത്ത ഒരു ജീവിതം ഈ അമ്മയ്ക്ക് വേണ്ട. നേർച്ചയും വഴിപാടുമായി കിട്ടിയ എന്റെ പൊന്നു മോനാണ് നീ. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ജാനകി, നമ്മുടെ മോൻ വളർന്നു അല്ലേ? അവനെപ്പോഴും കാര്യങ്ങൾ നോക്കി നോക്കാൻ പ്രാപ്തിയായി. അവൻ നിന്നെ നല്ലതുപോലെ നോക്കിക്കോളും. നീ വിഷമിക്കരുതെന്ന്. എന്നിട്ട് നീ ഇപ്പോ എന്നെ വിട്ടു പോവുക അല്ലേ? എന്റെ അമ്മ വിഷമിക്കരുത്. സംഭവിക്കാൻ പോകുന്ന കാര്യം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ അമ്മയ്ക്ക് തന്ന വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ദൈവം ചിലപ്പോൾ അങ്ങനെയാണ്. ചില ആൾക്കാരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിലരെ ജീവിച്ചു കൊതി തീരും മുമ്പ് മടക്കി വിളിക്കും. അല്ലേ അമ്മേ? ഇപ്പോ വേദനയാണെങ്കിൽ കടുത്ത് വരികയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. ഏറിപ്പോയാൽ ഒരാഴ്ച. അതിനപ്പുറം എനിക്ക് ആയുസ് ഉണ്ടാകുമോ എന്നറിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുമില്ലാത്ത ഒരു അനാഥയെ പോലെ അലയാൻ എന്റെ അമ്മയിടയാകരുത്. അമ്മ അവിടെ പോകണം. അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങാൻ എനിക്ക് കഴിയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന ഓർമ്മയിൽ അമ്മയ്ക്ക് അവിടെ സന്തോഷമായി കഴിയാം. എന്റെ മോൻ വല്ലാതെ ചിന്തിക്കുന്നു.
അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാല് എന്റെ മോനോടൊപ്പം കൂട്ടിന് ഈ അമ്മയും ഉണ്ടാകും. നമ്മൾക്ക് ഒരുമിച്ച് നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകാം. നമ്മളെ ഒരുപാട് സഹായിച്ചവരാണ് ആയിഷ താത്ത. അവരിന്ന് മോളുടെ കല്യാണത്തിന് വേണ്ടി വീടും പറമ്പും വിറ്റു. അവരിന്ന് പരിപാടിയിലാണ്. നമുക്ക് ഈ വീടും പറമ്പും അവർക്ക് കൊടുത്തുകൂടെ? നമ്മുടെ ജന്മം കൊണ്ട് അവർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. ഞാനത് മോന്റെ അടുത്ത് പറയാനിരുന്നതാണ്. മുസ്തഫാക്കെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. വരണം, കയറിയിരിക്കുക. മനസ്സിലായില്ലല്ലോ, എവിടുന്നാ? ഇത് ഫാദർ വടക്കേപ്പാട്ട് തോമസ് കറിയ. മേനോനെ കാണാൻ വന്നതാ. എവിടുന്നാന്ന് പറഞ്ഞില്ല. അമ്മേ, ചായ എടുക്ക്. വളരെ ദൂരെന്നാ. ചായ വേണ്ടമ്മേ. ഇപ്പം പുറത്തുനിന്ന് ഞാനും മുസ്തഫയും കൂടെ ചായ കുടിച്ചതേ ഉള്ളൂ. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം മതി. ദൂരെ എന്ന് വെച്ചാല് അച്ഛൻ എവിടുന്നാ? കൊല്ലത്ത് നിന്നാ. പത്രത്തിൽ നിന്നാ കാര്യങ്ങൾ അറിഞ്ഞത്. ആട്ടെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? വളരെ കൂടുതലാണ്. ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഇപ്പോൾ ഒരു അവധി തന്നിട്ടുണ്ട്. അതിനു മുമ്പ് മാറ്റിവെച്ചില്ലെങ്കിൽ മാസത്തിലൊരു തവണ എന്നുള്ളത് ഇപ്പോ ആഴ്ചയിലൊരു തവണയായി. ആരും ഇതുവരെ കിഡ്നി തരാന്ന് പറഞ്ഞ് സഹായത്തിന് ആരും എത്തിയിട്ടില്ല. സാമ്പത്തികമൊക്കെ എങ്ങനെ? കണ്ടിട്ട് ഇവിടുത്തെ സ്ഥിതി അത്ര നല്ലതല്ല എന്നാണ് ബോധ്യമാകുന്നത്. നല്ലവരായ നാട്ടുകാരും പിന്നെ കുറെ സംഘടനകളും സഹായിക്കും. പിന്നെ എല്ലാം അറിയുന്ന ഹോസ്പിറ്റൽക്കാരും കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഈ പണം ചെലവാക്കുന്നത് ഒരു പാഴ്വേലയാണെന്നും അതിലധികം പങ്കുവെട്ടുന്നത് നീചമാണെന്നും അവർക്ക് തോന്നിയിരിക്കാം. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനമല്ലേ? അവിടെ എല്ലാവരും ജോലിക്കാര്. അവർക്ക് ആരോടും ഒരു മമതയോ സഹതാപമോ കാട്ടേണ്ട കാര്യമില്ല. അവര് ദിവസേന ഏതെല്ലാം രോഗങ്ങൾക്ക് അടിമപ്പെട്ട എത്രയോ രോഗികളെ കാണുന്നു. അവർക്കെല്ലാം നിസാരം. മരണവും ജനനവും അവർക്കൊരുപോലെ. രക്ഷപ്പെടില്ല എങ്കിൽ ദൈവത്തിന് നേരത്തെ വിളിച്ചുകൂടെ? മറ്റുള്ളവർക്ക് സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കാതെ നേരത്തെ പോകുന്നതല്ലേ നല്ലത്? ഞാനിപ്പോൾ മാനസികമായി അതിന് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇവൻ എപ്പോഴും എങ്ങനാ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. വേണ്ടാത്തത് പറയരുതെന്ന് 100 തവണ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പടച്ചവന്റെ കയ്യിലാ മേനോനെ. കുടുംബകാര്യങ്ങള് ഒന്നും പറഞ്ഞില്ല. ഭാര്യയും മക്കളും ഇവിടെ ഇല്ലേ? കല്യാണം കഴിച്ചു. ഭാര്യ ഇപ്പോൾ അവളുടെ വീട്ടിലാണ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു മകനേ ഉള്ളൂ. അവനെ 1 വയസ്സുള്ളപ്പോൾ കണ്ടതാണ്. ഒരു പക്ഷേ ഇപ്പോൾ അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമായിരിക്കും. ഓപ്പറേഷന് മുമ്പ് മോനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇനി അതിന് സാധിക്കാതെ വന്നെങ്കിലോ? മോന് വേണ്ടിയെങ്കിലും 2 പേർക്കും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. എന്താ ചെയ്യാ, വിധി അങ്ങനെയായിപ്പോയി. കുട്ടിയും തള്ളയും വരാറില്ലേ? അന്ന് പോയതാണ്, ഇന്ന് വരെ വന്നിട്ടില്ല. 2 പേർക്കും വാശി. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. ഇവന് അമ്മയെ വിട്ടുപോകാനും മടി. ജോലിയൊന്നും ഇല്ലേ? ട്യൂട്ടോറിയൽ കോളേജില് വാദ്യരായിരുന്നു. ഈ അസുഖം അറിഞ്ഞതിൽ പിന്നെ പോകുന്നുമില്ല. പഠിപ്പിക്കാനുള്ളൊരവസ്ഥ എനിക്കിന്നില്ല. ആയുസ് കാർന്നു എന്നുന്ന രോഗവും പേറി ദിവസവും എണ്ണപ്പെട്ട് കഴിയുന്ന ഞാൻ എങ്ങനെ പഠിപ്പിക്കും? അസ്തമിക്കുന്ന സൂര്യന് എന്ത് പ്രകാശം വരുത്താൻ പറ്റും? ഭാര്യ, കുടുംബം, ഇനി എന്ത് ജീവിതം ഞാൻ അവർക്ക് കൊടുക്കാന്? അവർക്ക് ഇനിയും ജീവിതമുണ്ട്. ആ പിണക്കത്തിന്റെ മറവില് ഒരു നല്ല വിവാഹമൊക്കെ കഴിച്ച് അവർ സുഖമായി ജീവിക്കട്ടെ. എൻ്റെ കാര്യങ്ങൾ അവളോ എൻ്റെ മോനോ അറിയരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അവർക്കൊരു വേദനയാകരുത്. എന്റെ ജീവൻ എടുത്തിട്ട് എന്റെ മോനെ ആയുസ് നീട്ടിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. എന്റെ മോനെ എന്നിൽ നിന്നും പറിച്ചെടുക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ അമ്മയുടെ മോനെ കൊണ്ടുപോകാനാ വന്നത്. ഞങ്ങളുടെ സംഘടനയിലെ ഒരു പ്രവർത്തകൻ അമ്മയുടെ മകന് കിഡ്നി കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. കൂടാതെ അതിന്റെ സർവ്വ ചിലവും സംഘടന തന്നെ വഹിക്കും. നിങ്ങൾ എത്ര വലിയ മനുഷ്യരാണ്. നിങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കും. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വേദന അത് മനസ്സിലാക്കാൻ പ്രസവിച്ച ആ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ഞാനും അവനെ പോലെ എന്റെ ദിവസവും എണ്ണി കഴിയുകയായിരുന്നു.
എന്റെ മോനോടൊത്ത് ഈ ലോകത്ത് എന്നും യാത്രയാകാൻ. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടുകയാണോ? എനിക്ക് എന്റെ അമ്മയോടൊത്ത് ഇനിയും ജീവിക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ, നീ വലിയവനാണ്. എല്ലാം നൽകുന്നവൻ ദൈവം, നൽകിയത് തിരിച്ചെടുക്കുന്നവനും അവൻ തന്നെ. നമുക്ക് എല്ലാം നല്ലതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ നമുക്ക് ഇറങ്ങാം. അമ്മയും എന്നോടൊത്ത് വരുന്നതിൽ അച്ഛന് വിരോധമുണ്ടോ? ഏതായാലും നമ്മളൊരു പരീക്ഷണത്തിനല്ലേ പുറപ്പെടുന്നത്. ഒരു വിരോധവുമില്ല. അമ്മയും കൂടെ പോന്നോട്ടെ. മോന് ഒരു സമാധാനം ആയിക്കോട്ടെ. എന്നാൽ ഞാൻ ഉടനെ തന്നെ തയ്യാറാകാം. ഇവിടുന്ന് ഇപ്പൊ വണ്ടി ഉണ്ടാകുമോ? ഇവിടുന്ന് സന്ധ്യയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അതിൽ പോവുകയാണെങ്കിൽ വെളുപ്പിനെ അങ്ങ് എത്താം. എനിക്കും കൂടി വന്നാ കൊള്ളാമെന്നുണ്ടായിരുന്നു. മുസ്തഫയ്ക്ക് എപ്പ വേണമെങ്കിലും വരാമല്ലോ. ഇപ്പോൾ അമ്മ കൂടെ ഉണ്ടല്ലോ. നിങ്ങളെ പടച്ചവൻ കാക്കും. ധൈര്യമായിട്ട് പോയി വാ. മോനെ, ഞങ്ങള് പോയി വരട്ടെ. ആയുഷിനോടും ഖാദറിനോടും മോളോടും കാര്യങ്ങൾ പറയണം. അവളുടെ കല്യാണത്തിന് പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു. വീടിന്റെ താക്കോല് ആയുഷിനെ ഏൽപ്പിക്കണം. അവര് തെരുവിലായി പോകരുത്. പോട്ടെ മുസ്തഫ, വിധിയുണ്ടെങ്കിൽ ഇനിയും കാണാം. നിങ്ങളെല്ലാം ഇതുവരെ ചെയ്തു എന്ന സഹായത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ ഒരു പാവമാണ്. അവരെ ഞാൻ മുസ്തഫയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവരൊറ്റയ്ക്കാണ് തിരിച്ചു വരുന്നതെങ്കിൽ അവരെ സ്വന്തം ഉമ്മയെ പോലെ നോക്കണം. വേണ്ടാത്തതൊന്നും പറയാതെ പോയി വരാന്ന് പറയൂ. പള്ളി വെച്ച് കഴിഞ്ഞാണ്. അവരിപ്പോ നിർത്തും. ചായ കുടിക്ക്, ചോറില്ല. വേണ്ട, ഈ കാര്യങ്ങളൊക്കെ ചെയ്യ്. ഐഷു, മോളെ വിളിച്ചോണ്ട് വാ. അതെ, മാലയുടെ ചടങ്ങ് നടത്തട്ടോ. നിക്കാഹ് കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ മാല? എല്ലാരും ഇരിക്കും. പെണ്ണിനെ ഇറക്കാൻ സമയായി. അല്ല, ഇതെന്താ മോനെ? ഇത് നിങ്ങളുടെ വീടിന്റെ ആധാരമാണ്. ഇത് ഞാൻ ഇബ്രാഹിംജിക്ക് വിറ്റതല്ലേ? ഇത് ഞാൻ നിങ്ങളുടെ പേരിൽ തിരികെ എഴുതി വാങ്ങി. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയാക്കി തന്നതിന് നിങ്ങൾക്ക് എന്റെ വക ഒരു ചെറിയ പ്രതിഫലം. നിങ്ങളുടെ മോളെ എനിക്ക് നിക്കാഹ് കഴിച്ചു തന്നതുകൊണ്ട് നിങ്ങൾ പെരുവഴിയിലാവരുത്. മോനെ, ഈ വലിയവനാണ്. അന്നെപ്പോലത്തെ ആൺകുട്ടികൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയിനെ, എത്ര പെൺകുട്ടികൾക്ക് ജീവിതം ഉണ്ടായേനെ. എനിക്ക് വെറും ഒരു സ്ത്രീയല്ല ആവശ്യം, ഒരു നല്ല ഭാര്യയാണ്. എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും വളർത്താനും സംരക്ഷിക്കാനും കഴിവുള്ള ഒരു ഉത്തമയായ കുടുംബിനിയാകാൻ യോഗ്യത ഉള്ളവളെയാണ്. അത് ഇവൾക്കുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. സ്ത്രീധനം എന്ന് വെച്ചാൽ പണം എന്നല്ല അർത്ഥം. സ്ത്രീ തന്നെ ധനമാണെന്ന് ഇവളെന്നെ പഠിപ്പിച്ചു. മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ടത് ഒരു അമ്മയുടെ ഉത്തരവാദിത്വമാണെന്ന് ഈ ഉമ്മ തെളിയിച്ചിരിക്കുകയാണ്. നല്ല പെൺമക്കൾ നാടിന്റെ നന്മയാണ്. അവരാണ് നാളത്തെ തലമുറയെ വളർത്തിയെടുക്കുന്നത്. അതിനാൽ സ്ത്രീധനം ഞാൻ ഉപേക്ഷിക്കുകയാണ്. സ്ത്രീ തന്നെയാണ് ധനം എന്ന വിശ്വാസത്തിൽ ഞാനിവിടെ നിക്കാഹ് ചെയ്യുന്നു.